വിവരം സന്തോഷത്തോടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുരസ്കാര ചടങ്ങ് പ്രത്യേകമായി സംഘടിപ്പിച്ച് പുരസ്കാരം നൽകുന്നതുമാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. നന്ദി സർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് തയ്യാറാക്കിയ കാലാവസ്ഥാ പ്രസ്താവന 2024 പ്രകാശനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. അടുത്തതായി അവാർഡ് വിതരണ ചടങ്ങാണ്. യങ് സയൻറ്റിസ്റ്റ് അവാർഡ്, ശാസ്ത്ര സാഹിത്യ പുരസ്കാരം, മികച്ച സയൻറ്റിസ്റ്റ് അവാർഡ് എന്നിവ വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി 2024 യുവശാസ്ത്രജ്ഞർക്കുള്ള മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡൽ അവാർഡാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ശ്രദ്ധേയമായ ഗവേഷണ നേട്ടങ്ങൾ കൈവരിച്ച 2 ശാസ്ത്രജ്ഞർക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന യുവശാസ്ത്രജ്ഞ പുരസ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡലിനും അർഹരായ യുവശാസ്ത്രജ്ഞരെ 50,000 രൂപയും സുവർണ പതക്കവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ വൃന്ദ മുകുന്ദൻ, DST ഇൻസ്പയർ ഫാക്കൽറ്റി, നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, തിരുവനന്തപുരം. Dr. Harish V.S., Junior Scientist, Malabar Botanical Garden and Institute of Plant Sciences, Kozhikode. അഭിനന്ദനങ്ങൾ. 2023 കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകളാണ് അടുത്തത്. അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള 2023 പുരസ്കാരത്തിന് അർഹത നേടിയത് ശ്രീ ദീപക് P.യുടെ നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിനാണ്. അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ ദീപക് P.യുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ക്ഷണിക്കുന്നു. ഗഹനമായ വൈജ്ഞാനിക ശാസ്ത്ര സാഹിത്യത്തിനുള്ള 2023 പുരസ്കാരത്തിന് അർഹത നേടിയത് ഡോക്ടർ സതീഷ് പോളിൻ്റെ അണുഭൗതികത്തിലെ സങ്കല്പനങ്ങൾ എന്ന പുസ്തകത്തിനാണ്. അവാർഡ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ സതീഷ് പോളിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശാസ്ത്ര പത്രപ്രവർത്തനത്തിനുള്ള 2023 പുരസ്കാരത്തിന് ശ്രീ ദിലീപ് മലയാലപ്പുഴ അർഹനായിരിക്കുന്നു. ദേശാഭിമാനി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഫീച്ചറുകൾക്കാണ് അവാർഡ്. അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ ദിലീപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഈ വർഷം ഭോപ്പാലിൽ വെച്ച് നടന്ന 31ാം ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ മികച്ച പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ബാലശാസ്ത്ര പ്രതിഭകൾക്കുള്ള അനുമോദനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ബാലുശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ കൃഷ്ണേന്ദു, ഹരിത ജയൻ എന്നിവരെ ഒപ്പം ഗൈഡ് ടീച്ചറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൃശൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിവേദിത P. രവി, ഹായ ഇസ്മത്ത് A എന്നിവരെയും ഒപ്പം ഗൈഡ് ടീച്ചറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബെസ്റ്റ് സയൻറ്റിസ്റ്റ് അവാർഡാണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിലും അതിന് കീഴിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളിലും വെച്ച് ഗവേഷണ മികവ് തെളിയിച്ച ശാസ്ത്രജ്ഞർക്കുള്ള പുരസ്കാരം ബെസ്റ്റ് സയൻറ്റിസ്റ്റ് അവാർഡ് നേടിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സുജ SR ആണ്.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ സുജയെ ക്ഷണിക്കുന്നു. നന്ദി സർ. അവാർഡ് ലഭിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിലെ പ്രബന്ധങ്ങളുടെ സംഗ്രഹരൂപം പ്രകാശനം ചെയ്യുന്നതിനും സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംഗ്രഹരൂപം സ്വീകരിക്കുന്നതിനായി കേരള സർക്കാരിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് ശ്രീ MC ദത്തൻ അവർകളെ സ്നേഹപൂർവ്വം